ചക്രം പോലെ മനസ്സു സുന്ദര വേള സുറാങ്കിന് കമാലക്കനവാ അതോ പാർവാനം തുണി തുവയ്ക്കതു മേഘം വെലകി പൊതുത സോകം നീവാ കൊക്കരക്കോ എവിടെയ കൊക്കരക്കോ ഇരുന്നിരുട്ടലാം ഇനി മേലെ കൊക്കരക്കോ ഞാൻ പൈസ കൊണ്ടൊന്നുമില്ല. അത് പിന്നെ 7ാം ക്ലാസ്സിലെ പിള്ളേരെ എത്ര ഇടിച്ചു മറിച്ചിട്ട് മുട്ടായി മേടിച്ചിരുന്നു ഞാനില്ല. അപ്പൊ നിങ്ങളെ പറഞ്ഞാൽ എനിക്ക് തന്നാലേ പറ്റുള്ളൂ. മുന്നേ ക്ലാസ്സിൽ കയറണം കേട്ടോ. അയ്യോ ഇപ്പൊ തന്നെ ഇവിടെ പിള്ളേർ എത്ര ഇറങ്ങി ഞാൻ ഇനി എങ്ങനെ മേടിക്കുമെന്തോ. നീ ഓടിച്ചെന്ന് ഇടിച്ചിട്ട് മേടിക്കും. മാമി 50 പൈസയുടെ പുളിമുട്ടായി. അങ്ങോട്ട് ചെല്ല അങ്ങോട്ട് മാമി 50 പൈസയുടെ പുളിമുട്ടായി. ചക്കി വെളിയാണെങ്കിലാണ് ഞാൻ മേടിച്ചോണ്ടല്ലോ. മാമി താവുന്ന ഞാനാണ് ആദ്യം വന്നത്. ഞാൻ ഇപ്പൊ ഒന്നും അറിയാമോ? 50 പൈസയുടെ പുളിമുട്ടായി 50 പൈസയുടെ ഞാനാണ് കഴിച്ചേക്കാം. എനിക്ക് മുന്നേ തിന്ന് നിൽക്കണം. സാറിപ്പം ക്ലാസ്സിക്കാർക്കാണോ എന്തോ ഡാഡി ചക്കി പാറുവിന്റെ പൈസക്ക് നാളെ ഞാൻ മുട്ടായി മേടിക്കൂലേ. നീ എനിക്ക് തരണില്ല. സാറേ വെല്ലടിച്ച കേട്ടില്ലായിരുന്ന 3 പേരും സമയത്ത് ക്ലാസ്സിൽ കയറാം. അത് എവിടെ കറങ്ങി വെല്ലടിച്ച കേട്ടില്ലായിരുന്ന എന്നിട്ടാടി നീ അവിടെ അപ്പൊ നീ മനപ്പുറം എന്റെ ക്ലാസ്സിൽ കയറാത്ത നാളെ ഞാൻ തന്നെ ആദ്യമേ കഴിക്കും. മണിക്കുട്ടനോട് വന്നിട്ട് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമേ. എന്തൊരു കാര്യം ചക്കി എന്നോട് പറ. മണിക്കുട്ടനോട് വരട്ടെ. എടി ഒത്തി പറയടി. അത് അറിയാതെ എനിക്കൊരു വെപ്രാളോട് ഒത്തി പറയേ. ഓ ഭാഗ്യം ഇന്ന് ഞാൻ ബെല്ലടിക്കുന്ന ക്ലാസ്സിൽ എത്തി. മണിക്കുട്ടൻ വന്ന് ഇനി നീ അതാ കാണിച്ച എന്തേരി അതെ ഞാൻ ഉണ്ടാക്കി എന്റെ സുന്ദരി പാവ കൊള്ളാമോടാ. നിനക്ക് ഈ പാവയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോടി ചക്കി? നോക്കട്ടെ മണിക്കുട്ട. കയ്യൊക്കെ അനങ്ങി എന്നെ കൊള്ളാല്ലേ. ഇതിന്റെ കണ്ണൊക്കെ നീ എന്നെ ഇടി വരച്ച്. എടി ചക്കി ഈ പാവ ഉണ്ടാക്കി ഒത്തി അമ്മ കൂടെ പറഞ്ഞേടി. എനിക്കൂടെ. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ബുക്കിന്ന് പേപ്പർ കീറും നല്ലോണം കീറണം എന്റെ പാവയെ. ഇതൊക്കെ അങ്ങോട്ട് ഇവിടെന്ന് ഇങ്ങനെ മടക്കണം. മടക്കേ നില്ല ഞാൻ മടക്കില്ല. ഞാൻ മടക്കട്ടെ. ഇനി വീണ്ടും മടക്കണം. അവസാനം വരെ ഇങ്ങനെ തന്നെ മടക്കണമേ. അണ്ടേ ഇങ്ങനെ കീറണം. ഇപ്പുറത്തും അതേപോലെ തന്നെ കീറണമേ. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെന്ന് ഇങ്ങനെ കീറണം. കണ്ടാ? എന്റെ പാവ ശരിയായി. എന്റെ പാവയ്ക്ക് കനം കുറഞ്ഞു പോയി. അയ്യോ എന്റെ പാവയ്ക്ക് കൈ നീണ്ടു പോയി. എന്റെ കേറണില്ല. കേറി ഇനി കണ്ണു മൂക്കും വരച്ചാതിയാടാ. എന്റെ പാവയ്ക്ക് ഞാൻ മീശയൊക്കെ വരയ്ക്കുവേ. എന്റേതും ആൺപാവയാണേ. എന്റെ പെൺപാവ. കണ്ട എന്റെ പാവ കണ്ട. എന്റെ പാവയ്ക്ക് കമ്മലും മാലയും കോലി സക്ക ഉണ്ട്. അയ്യോ സാർ വേണ്ട. അടുത്തതായി LP സെക്ഷൻ പദ്യപാരായണം. ചക്കി പദ്യപാരായണം തുടങ്ങിയിട്ട് ഇപ്പൊ നിന്നെ വിളിക്കും. കോഡ് നമ്പർ 512. 512 അത് നിന്റെ നമ്പറാണ്. ചെല്ലടി ചെല്ല്. മാന്യ സദസ്സിന് എന്റെ വിനീതമായ പൂപ്പുകൈ. ഞാൻ ഇന്ന് ഇവിടെ ചൊല്ലാൻ പോകുന്നത് എന്റെ കേരളം എന്ന കവിതയാണ്. പാടും പൂഴകാളും തൊടുമോടി കൂടും മലരണി കാടും നീളെ കളകളം പാടും കാട്ടു ചോലയും മാമണി മേടും വലിയ അരിഞ്ഞാണം
വെള്ളി അരിഞ്ഞാണം. ചക്കി പാടടി. വെള്ളി അരിഞ്ഞാണം പോലെ ചുറ്റിക്കളിക്കും കടലും. ഉണ്ടോ? ചുറ്റിക്കളിക്കും കടലും. വെള്ളി അരിഞ്ഞാണം പോലെ ചുറ്റിക്കളിക്കും കടലും, കായലും തോടും. നന്ദി, നമസ്കാരം. അടുത്തതായി LP സെക്ഷൻ മിമിക്രി. കോഡ് നമ്പർ 339. ആദ്യമായി കാക്ക വിളിക്കുന്നത് കാ കാ കാ. ഓ എന്റെ ദൈവമേ. അടുത്തതായി പൂച്ച വിളിക്കുന്നത്. അടുത്തതായി പട്ടിയുടെ ശബ്ദം ബൗ ബൗ ബൗ. അടുത്ത ഒരു ട്രെയിൻ പോകുന്ന ശബ്ദത്തോട് കൂടി എന്റെ ഈ മിമിക്രി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഡുണ്ടു, വേറെ ആരും ഇല്ലാത്തോണ്ട് ഈ കൊല്ലം കൂടെ നിനക്ക് ട്രോഫി വരും. അടുത്ത കൊല്ലം നീ മിമിക്രി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ എന്റെ ചന്തിനെ അടിച്ചു പൊട്ടി. ചക്കി, ഈ ആഴ്ച എനിക്ക് തന്നെ ഫസ്റ്റ്. അമ്മ ഇത്തവണത്തെ ചിട്ടി അടിച്ചപ്പോ ഞാൻ മാല മേടിച്ച്. ഓ തള്ളക്ക് ചെവിയും കേട്ടോടാ. ചിറ്റപ്പന്റെ മാല അല്ല, ചിട്ടി അടിച്ചപ്പോ മേടിച്ച മാല. അയ്യോ എന്റെ പൊന്നമ്മച്ചി, ചിറ്റപ്പന്റെ അല്ല, ചിട്ടി അടിച്ച ചിട്ടി. ചിറ്റപ്പന്റെ. അയ്യോ തള്ളക്ക് ചെവിയും കേട്ടോ. മനുഷ്യന് ചെവിയിലും കേട്ട് ചെവിയിൽ വെക്കാനുള്ള കുന്ത്രാണ്ട വേച്ചെന്നാ ചെവിയിൽ വെക്കാതെ മുട്ടായെന്ന് പറഞ്ഞ് ഉറിഞ്ചിക്കൊണ്ടിറങ്ങി. എന്റെ തലവിധി ദൈവമേ, പെറ്റ് നല്ലേ പോയി. അല്ലെങ്കിൽ പന്റെ പൊട്ടനെ കൊണ്ട് കളഞ്ഞനെ. ഇപ്പൊ വിളിക്കുന്നിങ്ങ. അവള് ചക്കെന്ന് പറയുമ്പോ ചുക്കെന്ന് കേട്ടിട്ട് പോയി ചമ്മന്തി അരയ്ക്കുന്ന മോളാണ് നിങ്ങൾ. ആ ചമ്മന്തി ഇനി തിന്നണ്ടെന്ന് പറഞ്ഞാൽ അവൾ ഇന്ത്യ വിട്ടിട്ട് ഇപ്പൊ 10-30 കൊല്ലമായി. അയ്യോ എനിക്ക് ഇനി ജീവിക്കണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി പോവാൻ. ശരി മേഡം. അപ്പൊ എന്തരാണ് പേര്? തൊഴുത്തരികത്ത് വീട്ടിൽ കറവക്കാരൻ കുട്ടപ്പായി. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? കറവ തുടങ്ങിയിട്ട് ഇവരുടെ ചിങ്ങത്തിന് 37 കൊല്ലാകും. 37 കൊല്ലാകുമ്പോ അപ്പൊ ഏകദേശം എത്ര പശുവിനെ കറന്നു കാണും? അങ്ങനെ ചോദിച്ചാൽ എണ്ണ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഏകദേശം 5500 പശുവിനെയും 2350 എരുമേനെയും ഞാൻ കറന്നിട്ടുണ്ട്. പിന്നെ 10 കാലിനെ കൂടെ കറക്കാന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ എരിച്ചില്ല 50 കഴുതേ ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങിപ്പോ. പോയിക്കൊണ്ടിരിക്കാതെ പോയി പാത്രം എടുത്തു പോയി കറക്കടാ. അയ്യോ കഴുതയാണെങ്കിൽ നെയ്യ് വെച്ച് കൂട്ടിയെടുക്കണേ ചേച്ചി. അമ്മേ വരണം, അച്ഛാ വരണം, ചേച്ചിയുടെ മക്കളെ ഉറക്കിയിട്ട് വരണം. കൃത്യം 8:30 കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ്. സുപ്രസിദ്ധ ഗായകൻ മനോജ് കുമാർ അഥവാ തങ്കപ്പന്റെ കൊച്ചുമകനായ തങ്കക്കുട്ടൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന പെണ്ണുങ്ങളെ, അത് തീരെയില്ലാത്ത ആണുങ്ങളെ, രാത്രികൾ രാവിലെയാക്കി രാവിലെകൾ ഉച്ചകളാക്കി ഏകാന്തതയുടെ ബിഹളത്തിൽ നിന്ന് എന്റെ അപ്പാപ്പൻ കടഞ്ഞെടുത്ത ഈ ഗാനത്തിന് കണ്ടാര പാടി അണക്കങ്ങാക്കി തോന്നും. അത് കേവലം തോന്നൽ മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല നീ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല നീ സീത വരും കൂടെ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചൊടി കളിക്കാലോ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാലോ, കിളിയുള്ള മരച്ചൊടി കളിക്കാലോ. കാറ്റത്തു ചക്കര മാമ്പഴം പൊഴിയുമ്പോ ഇഷ്ടംപോലിരു തങ്ങു തിന്നാലോ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. അയ്യോ ഡോക്ടറെ പെട്ടെന്ന് നോക്കണേ. അയ്യോ എന്തിനാ പെട്ടെന്ന് അയ്യോ ഡോക്ടറെ എന്റെ കയ്യല്ല അവന്റെ കയ്യാണ് ഓടിച്ചത്. അപ്പൊ ഇങ്ങനെയാണോ രോഗം? ഞാൻ അങ്ങോട്ട് തള്ളിക്കറി അങ്ങോട്ട് മാറി. അയ്യോ ഡോക്ടറെ മരത്തിന് വീടിന്റെ കൈ ഒഴിഞ്ഞ് ഡോക്ടറെ അതൊന്ന് കയ്യാൻ വയ്യേ. നോക്കട്ടെ. അയ്യോ ഒടിഞ്ഞ
ആണെന്ന് തോന്നിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കാം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഡോക്ടർ അത് വേണ്ടി വരുമെന്ന്. അതുകൊണ്ട് വയറിന് വേണ്ടി ഞാൻ ഒന്ന് എടുത്തോണ്ട് തന്നെയാണ് ഇന്ന ഡോക്ടർ എക്സ്റേ. എക്സ്റേ അല്ല എസ്റേ. എല്ലാം കരുതി തന്നെയല്ലേ വന്നതും. കേട്ടേക്ക് ഇതില് പൊട്ടലൊന്നും കാണാനില്ലല്ലോ. ആ കൈ കേട്ട് നീട്ടിക്കണം. ഈ കൈന്റെ എടുത്ത പോലെ പൊട്ടലൊന്നും ഇപ്പൊ നല്ലപോലെ പൊട്ടിട്ടുണ്ട്. ഇനി തന്നെ ക്ലാസ് എടുക്കാം. ഉപയോഗമില്ലാതെ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ട. 2 മാസം നല്ല രീതിക്ക് റെസ്റ്റ് കൊടുക്കണം. നല്ല ആഹാരം കഴിക്കണം. എല്ലാം പിടിക്കാൻ ഉള്ളേ കേട്ടാ. അത് നന്നായി ഡോക്ടറെ. ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടാതെ പ്ലാസ്റ്റർ ഇട്ട് മണ്ടത്തരം കാണിച്ചത് അത് ദൂരം കിട്ടാ. ഇത് വളരെ മനോഹര. ഞാൻ എത്ര പ്രാവശ്യം പറയണോ എനിക്കൊത്തിരി പഴയതോടെ പഴം വാങ്ങിക്കൊണ്ട് വരാൻ. നിങ്ങൾ ഒരു മാസം നിന്ന പഴത്തിന്റെ കടം തീർത്തത് തന്നെ എന്റെ 2 ആട്ടിൻകുട്ടികളെ വിറ്റാണ്. എനിക്ക് 2 ആട്ടിൻകുട്ടി പോയാലല്ലേ സഹിക്കാൻ വയ്യാത്തത്. എനിക്ക് 2 ആഴ്ച കൊണ്ട് വയറ്റിൽ പോവാതെ സഹിക്കാൻ വയ്യാത്തത്. ഓ 2 ആഴ്ചത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആളുകളെ നാട്ടിക്കാതെ എന്റെ കൂടെ വാ, നമുക്ക് ആശുപത്രി പോവാം. നിന്റെ മനസ്സിലൊരു എനിക്ക് മനസ്സിലായതാ. കുടിയാത്തയില്ല തിന്നണ ചാവണം. നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? അതിഭാഗന്റെ ഭാര്യ ഉള്ള കുടിയാത്തയും കൂടി മാറി തിന്നല്ലേ അപ്പൊ നിനക്ക് കൊല്ലമല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം, നിങ്ങൾ മേലെ കൂടെ കമ്പിട്ട് കുത്തുക, അപ്പൊ താഴെ കൂടെ വന്നോളൂ. ഓ തിന്നത് കളയാൻ വേണ്ടി ഞാൻ ആരത് കാല് പിടിക്കണല്ലേ ഭഗവാനേ. ഓണ വെക്കേഷൻ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറന്നേനെ. അപ്പൊ എല്ലാവരും ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് തുമ്പിയുടെ യഥാർത്ഥ യൂണിഫോമേ. തുമ്പിയെ മേടിക്കുന്ന പ്രത്യേകതയുണ്ട്. ഒരു കാലം ഇതിന്റെ തടവേക്കും. ഇവർക്ക് രണ്ടുപേർക്കും അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും ദോശയാണ് കേട്ടോ. 2 വീട്ടില് 2 കാപ്പിയാണ്. വെളിയില് അകത്ത് വെട്ടയില്ലാത്തതാണ് എല്ലാ വെളിയിലും എടുക്കുന്നത്. പിന്നെ എനിക്കൊന്നും കോളേജില്ല, നാളെ നോക്കണമെന്നോ. ഇതാണ് ചക്കി എന്നും സ്കൂളിൽ പോണ ഫൈനൽ ലുക്ക്. അപ്പൊ ഇതാണ് ചക്കിയുടെ സ്കൂൾ ബാഗ്. ഇതേപോലത്തെ ബാഗ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഇനി എല്ലാരും വരി വരിയായിട്ട് സ്കൂളിൽ പോണേണ് കാണാൻ പോണത്. ദാസപ്പ സാറാണ് ആദ്യം പോണത്. അത് കഴിഞ്ഞ് ഡുണ്ടു, അത് കഴിഞ്ഞ് ചക്കി നിങ്ങൾ നേരത്തെ കണ്ടല്ലോ. പിന്നെ ഇതിലെങ്ങും പെടാത്ത എല്ലാവർക്കും ടാറ്റ.